എടാ നമ്മൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു 3 ടൈപ്പ് ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് പഠിക്കാൻ പോകുന്നത് 4ാമത്തെ ടൈപ്പ് കേട്ടോ. എന്താണ്? ടൈപ്പ് 4. ഇതും സത്യം പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. കഴിഞ്ഞതും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഇതും സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതാണ് സത്യം പറഞ്ഞാൽ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടല്ലോ. കഴിഞ്ഞത് അതിലേക്കുള്ള ഒരു വരവായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ 2ാമത്തെ ടൈപ്പിൽ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു 2ാമത്തെ ടൈപ്പ്? 2ാമത്തെ ടൈപ്പ് ഓർക്കുന്നുണ്ടോ? ഒന്നുമില്ല, ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് മേളിലുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? ലോഗ് മോഡ് ആ ഫംഗ്ഷൻ അല്ലേ. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മേളിലുണ്ടാവണം. അതായത് ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 2x dx. എടാ ഇത് നോക്കി, താഴത്തെ ഫംഗ്ഷൻ 1 + x², അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x മേളിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം, ലോഗ് 1 + x² എന്ന് എഴുതാം കേട്ടല്ലോ, പ്ലസ് c. ഇതാണ് നമ്മൾ 2ാമത്തെ ടൈപ്പിൽ പഠിച്ചത്. ഇനി ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇല്ലേ, അത് മേളിലുണ്ടായാല വേറെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും കേട്ടല്ലോ. മേളിലുണ്ടായാലാണ് നമ്മൾ ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ എടുത്തിട്ടിരുന്നത്. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മേളിലുണ്ടായാല വേറെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഫംഗ്ഷൻ കിടക്കുന്ന ഇങ്ങനെയായിരിക്കും. ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ആ ഫംഗ്ഷൻ്റെ അകത്ത് വേറെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടാവും. ഒരു ഫംഗ്ഷൻ, അതിൻ്റെ അകത്തൊരു ചെറിയ ഫംഗ്ഷൻ. ഈ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇല്ലേ, g(x)ന്റെ ഡെറിവേറ്റീവ്, അതായത് g'(x), അത് എവിടെയെങ്കിലൊക്കെ കാണും. അത് ഇവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ല, അത് എവിടെയെങ്കിലൊക്കെ കാണും. ചിലപ്പോൾ താഴെ ഉണ്ടാവും, ചിലപ്പോൾ സൈഡിലുണ്ടാവും, ചിലപ്പോൾ അവസാനം ഉണ്ടാവും, അത് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ, അതിൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ, ഈ അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വേറെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. എവിടെയെങ്കിലും അതിന്റെ ഡെറിവേറ്റീവ് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഇല്ലേ, അകത്ത് കിടക്കുന്ന അയാൾക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്ത്? u എന്ന്. അതാണ് ഈ മെത്തേഡ്. ഈ മെത്തേഡ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ അകത്ത് ഒരു ഫംഗ്ഷൻ, ആ അകത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് എവിടെയെങ്കിലൊക്കെ കാണും. അകത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് എവിടെയെങ്കിലൊക്കെ കാണും. അപ്പോൾ അകത്ത് കിടക്കുന്ന ആൾക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എന്താണ്? അകത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അകത്ത് കിടക്കുന്ന ആൾക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഒന്നുകൂടി, അകത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അകത്ത് കിടക്കുന്ന ആൾക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എക്സാമ്പിൾ ആയിട്ട് ഇതേ ശ്രദ്ധിച്ചോളാം. അതേ നോക്കും, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ആദ്യം സൈൻ എഴുതണ്ട, 2x × sin 1 + x² dx. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നോക്കിയേ, നിങ്ങൾ ഈ 2x അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ആണോ? അല്ല, ഒരു ഫംഗ്ഷൻ ഉണ്ട് സൈൻ, അതിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ കിടപ്പുണ്ട് 1 + x². അപ്പോൾ ഈ അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഒന്ന് എടുത്ത് നോക്കിയേ. 1 + x² ഡെറിവേറ്റീവ് എന്താടാ? 1ന്റെ ഡെറിവേറ്റീവ് 0 + x² ഡെറിവേറ്റീവ് 2x. അപ്പോൾ ആൻസർ എത്രയാണ്? 2x. ആ 2x എവിടെയെങ്കിലൊക്കെ കിടപ്പുണ്ടെന്ന് നോക്കിയാൽ മതി. 2x കിടപ്പുണ്ട്. അപ്പോൾ അകത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് എവിടെയോ ഒക്കെ കിടപ്പുണ്ട്. അങ്ങനെ വന്നാൽ അകത്ത് കിടക്കുന്ന ആൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. 1 + x² എന്ത് കൊടുക്കണം? u. എഴുതി വെച്ചേക്കണം. എന്താണ്? 1 + x² u എന്ന് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി, u കൊടുത്താൽ അതിന് എന്തെടുക്കണം? അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. 1ന്റെ ഡെറിവേറ്റീവ് 0 + x² ഡെറിവേറ്റീവ് 2x duന്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞാൽ du/dx, അല്ലെങ്കിൽ 1 × du/dx. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 2x = du/dx. എടാ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് ഈ dx ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എങ്ങനെ വരും? 2x × dx. ഇവരുടെ dx ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ, ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്യണം, =du. ഇത്രയും ചെയ്ത് നിർത്താം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞുതരാം. അതേ നോക്കിയേ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം എടുത്ത് അങ്ങോട്ട് എഴുതാൻ പോവുകയാണ്. ഇൻ്റഗ്രൽ 2x നമുക്കറിയില്ല, അത് നമ്മൾ അവിടെ കിടക്കട്ടെ. സൈൻ 1 + x² എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? u ആണ്. u കൊടുക്കുക. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം എന്തേടാ, ഇവിടെ ഒരു 2x കിടപ്പുണ്ട്, ഇവിടെ ഒരു dx കിടപ്പുണ്ട്. 2x dx. 2x dx പകരം നമുക്ക് എന്ത് കൊടുക്കാം? du കൊടുക്കാം. അതുകൊണ്ടാണ് മാറ്റേണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. 2x dx പകരം du കൊടുക്കാം. എടാ ഇപ്പതേ നമുക്കറിയാവുന്ന ഇക്വേഷനെ ഇന്റഗ്രൽ sin u du. നമുക്കറിയാം ഇന്റഗ്രൽ sin x dx എന്താണ്? -cos x + c ആണ്.
അപ്പോൾ സൈൻ യു ഡി യു എന്തായിരിക്കും? മൈനസ് കോസ് യു പ്ലസ് സി. യു നമ്മളിട്ടതാണ്, അപ്പോൾ അതൊന്ന് മാറ്റിക്കൊള്ളണം. യുവിന് പകരം എന്തിട്ട് കൊടുക്കാം? 1 + x² പ്ലസ് സി. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ, അയാളുടെ ഡെറിവേറ്റീവ് എവിടെയെങ്കിലൊക്കെ കിടപ്പുണ്ടെങ്കിൽ അകത്ത് കിടക്കുന്ന ഫംഗ്ഷന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്നിട്ട് കണ്ടുപിടിക്കുക ഈ കിടക്കുന്ന സാധനം എവിടെയെങ്കിലൊക്കെ കാണും. 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം അല്ലേ? ദേ ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് ക്ലിയർ ആയിരിക്കും, പക്ക. ദേ ശ്രദ്ധിച്ചു എടാ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് ഈ മോഡലാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. നമുക്കിത് കാണുമ്പോൾ കുറേ ഉള്ളതുപോലെയൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് വേറെ ആളെങ്കിലും കിടപ്പുണ്ടെന്ന് നോക്കണം. എടാ ഇവിടെ e⁻x എന്നും പറഞ്ഞൊരു ഫംഗ്ഷൻ, അവിടെ എക്സിന് പകരം കിടക്കുന്ന ആരാണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് കയറി കിടക്കുന്ന ആരാണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. ഈ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് നോക്കണം. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 + x². അയാൾ അവിടെ എവിടെയെങ്കിലൊക്കെ കിടപ്പുണ്ടെന്ന് നോക്കിയത് 1/1 + x² കിടപ്പുണ്ട്. അപ്പോൾ അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പുറത്തുണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കിടക്കണം? അകത്ത് കിടക്കുന്ന ആൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കിടക്കണം. എങ്ങനെയാണ്? അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പുറത്തുണ്ടോ നോക്കണം. അങ്ങനെയാണെങ്കിൽ അകത്ത് കിടക്കുന്ന ആൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ അകത്ത് കിടക്കുന്ന ആരാണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. അയാളുടെ ഡെറിവേറ്റീവ് 1/1 + x². അയാൾ പുറത്ത് കിടപ്പുണ്ട്. അപ്പൊ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ? ടാൻ ഇൻവേഴ്സ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ യു. ഇത്ര ഉള്ള ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുവാണ് എന്താണ്? 1/1 + x² ഈക്വൽ ടു യുവിന്റെ എന്താണ്? du/dx. ഈ dx ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 1/1 + x² ഇൻറ്റു dx എടുക്കുക ഈക്വൽ ടു du. എന്നിട്ട് ഇത്രയും ചെയ്താൽ മതി, ബാക്കി അവിടെ ഇട്ട് കൊടുത്തേച്ചാൽ മതി. അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. അപ്പോൾ നോക്ക്, ഇൻ്റഗ്രൽ e⁻ ടാൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? യു ബൈ. ശ്രദ്ധിച്ചേ, ഇതേടാ ഇവിടെ ഒരു 1 ഉണ്ടെന്ന് വിചാരിച്ചു. മേളിൽ 1 ഉണ്ട്. 1/1 + x² ഒരു dx കൂടി ഇൻറ്റു ചെയ്താൽ അതിന് du എന്ന് കൊടുക്കാമല്ല. അപ്പോൾ 1/1 + x² dx ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇൻറ്റു e⁻u du എന്ന് കൊടുത്താൽ പോരെ? e⁻u duവിൻ്റെ ആൻസർ എന്താണ്? അതായത് നമുക്കറിയാം e⁻x dx. e⁻xന്റെ ഇന്റഗ്രൽ എന്താണ്? e⁻x + c. അപ്പോൾ e⁻u duവിൻ്റെ എന്തായിരിക്കും? e⁻u + c. യുവിന് പകരം ആരിട്ട് കൊടുക്കണം? ടാൻ ഇൻവേഴ്സ് എക്സ് ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് കിട്ടും? e⁻tan ഇൻവേഴ്സ് എക്സ് + c. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ എടാ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയടാ. ഇന്റഗ്രൽ cos x/√1 + sin x dx. എടാ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിടക്കണമെങ്കിൽ നിങ്ങൾ നോക്കണം ഒരു ഫംഗ്ഷന്റെ അകത്ത് വല്ലതും കിടപ്പുണ്ടാകും. എടാ അതെ ഇവിടെ √x എന്ന് പറഞ്ഞാണ് ഫംഗ്ഷൻ. ആ √x-ന് പകരം കിടക്കുന്നത് 1 + sin x ആണ് അല്ലേ? അതായത് ഒരു ഫംഗ്ഷന്റെ അകത്ത് കയറി കിടക്കുന്നത് ആരാണ്? 1 + sin x. നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷന്റെ അകത്തൊരാളുണ്ട്, അയാളുടെ ഡെറിവേറ്റീവ് പുറത്തുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഫംഗ്ഷന്റെ അകത്ത് കിടക്കുന്ന ആള് 1 + sin x അല്ലടാ. അയാളുടെ ഡെറിവേറ്റീവ് ഒന്ന് എടുത്ത് നോക്കാം. 1ന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് sin x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. എടാ അയാൾ എവിടെയെങ്കിലൊക്കെ ഉണ്ട്. അതേ മേളി കിടക്കണം കേട്ടല്ലോ. ഇവിടെ താഴത്തെ ഡെറിവേറ്റീവ് അല്ല മേളി കിടക്കണം, താഴത്തെ ഒരു റൂട്ടൊക്കെ ഉണ്ട്. ആ റൂട്ട് ഇല്ലാഞ്ഞെങ്കിൽ നമുക്ക് ലോഗ് മോഡ് 1 + sin x എന്ന് പറഞ്ഞ് എഴുതി തീർക്കായിരുന്നു. പക്ഷെ റൂട്ട് വന്നതാണ് നമുക്ക് പ്രശ്നം. അപ്പോൾ റൂട്ട് വന്ന കാരണം അകത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് പുറത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അകത്ത് കിടക്കുന്ന 1 + sin x ആണ്. അപ്പോൾ 1 + sin x-ന് നമ്മൾ യു എന്ന് കൊടുത്തു. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു. 1ന്റെ ഡെറിവേറ്റീവ് 0, sin x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? du/dx എന്ന് എഴുതാം. അപ്പോൾ cos x ഈക്വൽ ടു du/dx. ഈ dx ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ cos x ഇൻറ്റു dx ആവും ഈക്വൽ ടു du. ഇവിടെ ഇത്രയും മതി, ഇനി ചെയ്യണ്ട. ഇതിവിടെ ഇട്ട് കൊടുക്കാൻ പറ്റും, ഉറപ്പാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇൻ്റഗ്രൽ cos x വിട്ടുകളാം. നമ്മൾ ഇപ്പൊ ഇട്ട് കൊടുത്തത് യു ഇട്ടേക്കണ ആരാണോ അയാൾക്ക് ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. റൂട്ടിൻ്റെ അകത്ത് യു കേട്ടല്ലോ. മേളിൽ ഇതേ നോക്കിയടാ cos x dx കിടപ്പുണ്ട്. cos x dx. ഇതേ cos x dx-ന് പകരം എന്ത് കൊടുക്കാം? du എന്ന് കൊടുക്കാം. കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ കിടക്കുന്നത് നോക്കി. ഇൻ്റഗ്രൽ 1/√u du. ഈ √uവിനെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. √uവിനെ നമ്മൾ 1/u
u⁻1/2 du എന്ന് എഴുതും. അതായത് √u-നെ u⁻1/2 എന്ന് എഴുതി. കേട്ടല്ലോ. ഇനി താഴത്ത് പവർ വന്നാൽ നമുക്ക് ചെയ്യാൻ അറിയില്ല. ഇതിനെടുത്ത് മേളിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ മേളിലേക്ക് കൊണ്ടുപോയാൽ എങ്ങനെ വരുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. x⁻1/x³ ഉണ്ടെങ്കിൽ ഈ ക്യൂബ് മേളിലേക്ക് പോകുമ്പോൾ x⁻−3. 1/x⁵ ഉണ്ടെങ്കിൽ ഇത് മേളിലേക്ക് പോകുമ്പോൾ എന്ത് വരും? x⁻−5 അല്ലേ? അപ്പൊ ഇതെങ്ങനെ വരും? ഈ -2 മേളിലേക്ക് പോകുമ്പോൾ u⁻−1/2 du എന്നായി. എടാ ഇപ്പൊ നമുക്ക് അറിയാവുന്ന മെത്തേഡായി. ഇത് നോക്കിയേ എങ്ങനെ വരും? u⁻, ഒരു പവർ du ആണെങ്കിൽ അതിന്റെ ആൻസർ എങ്ങനെയായിരുന്നു? x⁻n ഇന്റഗ്രൽ എന്തായിരുന്നു? x⁻n+1/n+1 അല്ലേ? അപ്പൊ എന്ത് വരും? u⁻−1/2 +1/−1/2 +1 which is equal to ഈ -1/2 +1 ഒറ്റയടിക്ക് നമുക്ക് എഴുതാം. ഇനി അറിയാൻ പാടില്ലെങ്കിൽ ഒന്ന് സൈഡിൽ ചെയ്ത് നോക്കൂ. -1/2 +1 ബൈ 1 ഇടുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 × -1 അപ്പൊ എത്രയാണ്? -1 പ്ലസ് 2 × 1 2 ബൈ 1 × 2 എത്രയാണ്? 2 -1 + 2 എത്ര വരും? അപ്പോൾ 1/2 എന്ന ആൻസർ വരും. കേട്ടല്ലോ. അതല്ലെങ്കിൽ 1 -1/2 1 ൽ നിന്ന് അര കളയാനല്ലേ പറഞ്ഞേക്കണം. 1 ൽ നിന്ന് അര പോയാൽ ബാക്കി എത്രയാണ്? അര. അപ്പൊ u⁻, എത്രയാണ് വന്നത്? ½ എടാ u നമ്മൾ ഇട്ട് കൊടുത്ത ആളാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അയാളെ തിരിച്ച് മാറ്റിയിട്ടോളണം. അപ്പൊ യുവിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? യുവിന് പകരം 1 + sin x എത്രയാണ്? 1/2 ബൈ ഒരു 1/2 ഉണ്ട്. വേണമെങ്കിൽ ഈ 1/2 ഇവിടെ നിർത്താം, അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആൻസർ എന്ത് വരും? 1/2 അല്ലല്ലോ, 1 + sin x 1/2 ഉണ്ട്. ഇത് തിരിച്ചിട്ട് ഇൻഡു ചെയ്യണം. അതായത് 2/1, അതായത് 2 കൊണ്ട് ഇൻഡു ചെയ്യണം. അപ്പൊ 2 വേണമെങ്കിൽ ഇവിടെ എഴുതാം. പ്ലസ് സി. ഇവിടെ ഇത്രയൊക്കെ വെച്ച് നിർത്തിയാൽ മതി, ഒരു പ്രശ്നമില്ല. പ്ലസ് സി ഇട്ട് അവിടെ നിർത്തിക്കും, കുഴപ്പമില്ല. അപ്പൊ ഈ മോഡൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? അകത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് പുറത്ത് കിടപ്പുണ്ടെങ്കിൽ അകത്ത് കിടക്കുന്ന ആൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായോ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അകത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് പുറത്തുണ്ടോ നോക്കുക. പുറത്തുണ്ടെങ്കിൽ അകത്ത് കിടക്കുന്ന ആൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പം. അപ്പൊ ബാക്കി അടുത്ത ക്ലാസ്.